കര അതിർത്തികൾ പൂട്ടിക്കെട്ടി കൂടുതൽ സേനയെ വിന്യസിച്ച് ഇറാൻ. പേടി അമേരിക്കയല്ല, ഇസ്രയേലിനെ. ജൂതപ്പട ഏത് വഴിക്ക് കയറി അടിക്കും എന്ന് പകച്ച് IRGC. അമേരിക്ക നേരിട്ട് കയറി അടിക്കും. എന്നാൽ മൊസാദും ഇസ്രയേൽ സേനയും തകർക്കേണ്ട സ്ഥലം അവരുടെ റഡാറിലാക്കിയ ശേഷം അടിച്ച് തകർത്ത് തരിപ്പണമാക്കും. തിരിച്ചടിക്കാനുള്ള ഗ്യാപ്പ് പോലും ഇറാൻ സൈന്യത്തിന് കിട്ടില്ല. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ സൈന്യം ഇറാനിലേക്ക് തിരിയും എന്നുള്ള സൂചനകൾ പുറത്ത്. ഇറാന്റെ അതിർത്തികൾ മുഴുവൻ മൊസാദ് ചാരവലയത്തിലാക്കി കഴിഞ്ഞു. ആകാശക്കോട്ട പിളർന്ന് ജൂതപ്പട അകത്ത് കയറി അണ്ണാക്കിൽ മിസൈല് പൊട്ടിച്ചിട്ടും അറിയാത്ത ഇറാന്റെ ഗതികേട് ലോകം കണ്ടു കഴിഞ്ഞതാണ് മുൻപ്. ഇപ്പോൾ ഇറാൻ അതിർത്തിയുടെ തൊട്ടരികിൽ ഇസ്രയേൽ നടത്തിയ വൻപൻ നീക്കമാണ്. അത് കേട്ട് വിറയ്ക്കുകയാണ് റവല്യൂഷണറി ഗാർഡ്. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ ഇറാന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി ഇസ്രയേൽ അസർബൈജാൻ അതിർത്തിയിൽ രഹസ്യ സൈനിക ശൃംഖല സ്ഥാപിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അസർബൈജാൻ എന്ന രാജ്യം പോലും മൊസാദിന്റെ ഈ നീക്കം കണ്ടെത്തിയില്ല. അന്താരാഷ്ട്ര മാധ്യമമായ CNN ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പെന്റഗൺ ആസ്ഥാനത്ത് നിന്ന് ചോർന്നു കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടെന്ന് CNN വ്യക്തമാക്കുന്നു. ഇവിടെ നിന്നും ഇറാനിലേക്ക് ഡ്രോൺ നിരീക്ഷണം നടത്തുകയും വിവരശേഖരണം നടത്തുകയും ചെയ്തിരുന്നു ഇസ്രയേൽ. യുദ്ധസമയത്ത് വടക്കൻ ഇറാനിൽ നിരീക്ഷണം നടത്താനാണ് ഇസ്രയേൽ ഈ രഹസ്യ താവളങ്ങൾ ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇപ്പോഴും ഈ താവളങ്ങൾ അവിടെയുണ്ടെന്നും സസൂക്ഷ്മം ഇറാനെ നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ള വിവരങ്ങളും പുറത്ത്. ഇസ്രയേൽ സ്പെഷ്യൽ ഫോഴ്സ്, രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ, ഡ്രോൺ യൂണിറ്റുകൾ എന്നിവരെ ഇറാന്റെ വടക്കൻ അതിർത്തിക്ക് സമീപം അസർബൈജാനിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാനിലെ തബ്രീസ് നഗരത്തിൽ നിന്ന് വെറും 97 കിലോമീറ്റർ അകലെയുള്ള ദക്ഷിണ അസർബൈജാനിലെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേൽ ലക്ഷ്യമിട്ടുള്ള മിസൈൽ വിക്ഷേപണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിനും ഇറാന്റെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ അത്യാധുനിക നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. അസർബൈജാൻ കൂടാതെ ഇറാഖ്, UAE, സൊമാലിലാൻഡ് എന്നിവിടങ്ങളിലും ഇസ്രയേൽ ഇത്തരത്തിൽ സൈനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇറാന്റെ വടക്ക്, പടിഞ്ഞാറ്, തെക്ക് അതിർത്തികളെ വലയം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശൃംഖലയാണ് ഇതിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ UAEയിൽ ഇസ്രയേൽ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. അസർബൈജാനിലെ ഇസ്രയേലിന്റെ രഹസ്യ താവളത്തിന്റെ കാര്യം ആദ്യമായാണ് പുറത്തുവരുന്നത്. ഇറാനെതിരായ യുദ്ധത്തിൽ അയൽ രാജ്യങ്ങളെ ഇസ്രയേൽ എങ്ങനെ ഉപയോഗിച്ചു എന്നതിൻ്റെ കൂടി വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അയൽ രാജ്യങ്ങൾ പോലും അറിയാതെ അവരെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു താവളമാക്കി മാറ്റിയിരിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ചില രാജ്യങ്ങളുടെ അനുമതിയോടെയും മറ്റ് ചില രാജ്യങ്ങളുടെ അനുമതി ഇല്ലാതെയും ഒക്കെയാണ് ഇസ്രയേൽ താവളങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും CNN റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇറാനിലേക്കുള്ള സൈനിക നടപടികൾ, അതായത് യുദ്ധം മുറുകിയാൽ ഇറാനിലേക്കുള്ള സൈനിക നടപടികൾ ഏറ്റവും ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിന് വേണ്ടിയാണ് ഈ അയൽ രാജ്യങ്ങളെ പ്രത്യേകമായും ഇസ്രയേൽ റഡാറിലാക്കിയിരിക്കുന്നത്. അയൽ രാജ്യങ്ങളുടെ മുക്കും മൂലയും വരെ മൊസാദ് എന്ന ചാര സംഘടനയ്ക്ക് കാണാപ്പാടമാണ്. എവിടെ നിന്ന് ആക്രമണം നടത്തിയാൽ ഇറാൻ ഇട്ട് കൊള്ളുമെന്നും ഇവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറാന്റെ അകത്തേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രയേലിന് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇസ്രയേൽ ഇറാനിൽ നടത്തിയ പല വ്യോമാക്രമണങ്ങളും ഈ താവളങ്ങളിൽ നിന്നായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരവും കൂടി പുറത്തു വരുമ്പോൾ അയൽ രാജ്യങ്ങൾ പോലും ഇപ്പോൾ കിളിപാറി നിൽക്കുകയാണ്. ആഫ്രിക്കൻ തീരത്തുള്ള സ്വയംഭരണ പ്രദേശമായ സൊമാലിലാൻഡിലാണ് ഇസ്രയേലിന്റെ മറ്റൊരു രഹസ്യ സൈനിക താവളം ശക്തമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇറാനിലേക്കുള്ള യാത്രകളിൽ ഇസ്രയേലി പോർ വിമാനങ്ങൾക്ക് തങ്ങാനുള്ള ഇടമായാണ് ഇത് ഉപയോഗിച്ചത്. ഡിസംബറിൽ സൊമാലിലാൻഡിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി ഇസ്രയേൽ മാറിയിരുന്നു. ഇക്കാര്യത്തിൽ സൊമാലിലാൻഡ് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അമേരിക്കയിലെ അസർബൈജാൻ എംബസി വക്താവ് അറിയിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായിട്ടാണ് അസർബൈജാൻ അറിയിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഭൂപ്രദേശം മൂന്നാമതൊരു രാജ്യത്തിനെതിരായ നീക്കങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് എംബസി വക്താവ് വ്യക്തമാക്കിയത്. ഇറാഖും UAEയും തങ്ങളുടെ രാജ്യങ്ങളിൽ അനധികൃതമായി ഇസ്രയേൽ സൈനിക താവളങ്ങളോ സേനയോ ഇല്ലെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.
എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ US-ന് കിട്ടിയ വിവരം അസർബൈജാൻ മേഖലയിലും തൊട്ടയൽവക്കത്തുള്ള രാജ്യങ്ങളിലുമൊക്കെ ഇസ്രയേൽ അവരുടെ രഹസ്യ താവളങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ്. ഇതിൽ നിന്നാണ് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർന്നു കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇസ്രയേൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇസ്രയേലിന്റെ ചാരപ്രവർത്തനവും മൊസാദിനെയും ഭയക്കാത്ത ലോക നേതാക്കളില്ല, രാജ്യങ്ങളുമില്ല. എല്ലായിടത്തേക്കും നിഷ്പ്രയാസം അവർ നുഴഞ്ഞു കയറും. സാക്ഷാൽ അമേരിക്കയെ വരെ ചാര റഡാറിലാക്കിയതിന്റെ വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേൽ നിരീക്ഷണത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു പെന്റഗൺ. ഇറാൻ വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പെന്റഗണിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഭീഷണി നിലവാരം ഏറ്റവും ഉയർന്ന ഘട്ടമായ ക്രിട്ടിക്കൽ എന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വളരെയധികം അക്രമോത്സുക സ്വഭാവം കാണിക്കുന്നുവെന്നാണ് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ സന്ദർശിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അമേരിക്ക നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ആശയവിനിമയത്തിനായി ബർണർ ഫോണുകളും താൽക്കാലിക കമ്പ്യൂട്ടറുകളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹോട്ടൽ മുറികളിലോ മറ്റ് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലോ വെച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാനും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പെന്റഗൺ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ആഭ്യന്തര തീരുമാനങ്ങൾ ചോർത്താൻ ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ട് എന്നാണ് US പ്രതിരോധ വകുപ്പിന്റെ നിഗമനം. ഇസ്രയേലിന്റെ ആത്യന്തികമായ ഒരേ ഒരു ലക്ഷ്യം ഇറാനെ അടിച്ചില്ലാതാക്കുക എന്നുള്ളതാണ്. അമേരിക്കയെ കണ്ടുകൊണ്ടല്ല ഞങ്ങൾ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതെന്നും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ തങ്ങൾക്കറിയാമെന്നുമാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഉൾപ്പെടെ അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്. കാറ്റ്സും ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ മുൻപും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി കാറ്റ്സ് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരാളുടെയും സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കില്ല. ഈ രാജ്യത്തിന് നേരെ ആര് വിരൽ ചൂണ്ടിയാലും അതെടുക്കാൻ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുമെന്ന്.